മൈലിലേക്ക് സ്വാഗതം. 100 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. പിന്നത്തെ ഒരു എക്സാമിന്റെ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത് 90 മാർക്കാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ മാർക്ക് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, നന്ദലാൽ ബോസ്. അന്തർദേശീയമായി ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? അന്തർദേശീയമായി ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 7. ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ? ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ രാജാ കേശവദാസൻ. ചാലക്കമ്പോളം സ്ഥാപിച്ച ദിവാൻ. ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ച ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ച ആകെ അംഗങ്ങളുടെ എണ്ണം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 284 അംഗങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. 284. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏവ? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ സി ആണ്, 5 മുതൽ 11 വരെയാണ്. 5 മുതൽ 11 വരെ എന്തിനെ കുറിച്ചാണ്? പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 5 മുതൽ 11 വരെ. സ്വത്തവകാശത്തെ കേവലം ഒരു നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശത്തെ ഒരു നിയമാവകാശം മാത്രമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 44-ാം ഭരണഘടനാ ഭേദഗതി. ജാമുകൾ, സ്കോഷുകൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ജാമുകൾ, സ്കോഷുകൾ എന്നിവ കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ബെൻസോയിക് ആസിഡ്. ഓപ്ഷൻ ബി, ബെൻസോയിക് ആസിഡ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ PJ ആന്റണി. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം ഏതാണ്? വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നു. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. ശരിയായിട്ടുള്ളത് ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4 എന്നിവ 4ഉം ശരിയാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ കോൾ എന്നാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, അതുപോലെ ഇന്ത്യയുടെ കിഴക്കേ അറ്റമാണ് കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഓറിയോൺ. കുറിച്യ കലാപത്തിന്റെ കാരണം താഴെ കൊടുത്തതിൽ ഏതാണ്? കുറിച്യ കലാപം. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തി, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതെല്ലാം. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇത് എല്ലാം എന്നതാണ് ഉത്തരം. കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ എ ആണ്, പള്ളിവാസൽ. കാർബൺ ആവർത്തന പട്ടികയിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ്? കാർബൺ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? 14ാം ഗ്രൂപ്പ് മൂലകമാണ് കാർബൺ. 14ാം ഗ്രൂപ്പ്. ഇന്ത്യയിലെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആര്? 2ാം പഞ്ചവത്സര പദ്ധതി PC മഹാലാനോബിസ് ആണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി PC മഹാലാനോബിസ്. പ്രശസ്തമായ മുദ്രാരാക്ഷസം എന്ന കൃതി ആരുടേതാണ്? മുദ്രാരാക്ഷസം വിശാഖദത്തൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വിശാഖദത്തൻ.
വൈദ്യുത പ്രവാഹം രേഖപ്പെടുത്തുവാനുള്ള യൂണിറ്റ് ഏതാണ്? വൈദ്യുത പ്രവാഹം രേഖപ്പെടുത്തുവാനുള്ള യൂണിറ്റ് ആംപിയർ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആംപിയർ. കോശങ്ങളിലെ സൂയിസൈഡ് ബാഗുകൾ, ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശാംഗം ഏത്? സൂയിസൈഡ് ബാഗുകൾ അഥവാ ആത്മഹത്യാ സഞ്ചികൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോം ആണ്. ലൈസോസോം. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഓപ്ഷൻ സി ആണ് ഉത്തരം, 1951. റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? റിപ്പോ നിരക്ക് റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. ചരിത്ര പ്രസിദ്ധമായ തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? തഷ്കൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഓപ്ഷൻ സി, ലാൽ ബഹദൂർ ശാസ്ത്രി. അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? അന്തർദേശീയ കടുവാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 29. ജൂലൈ 29 അന്തർദേശീയ കടുവാ ദിനം. ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല? ജഡായുപ്പാറ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല. കോശത്തിൽ വ്യക്തമായ മർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്ന പേര് എന്താണ്? കോശത്തിൽ വ്യക്തമായ മർമ്മമില്ലാത്ത ജീവികൾ അറിയപ്പെടുന്നത് പ്രോകാരിയോട്ടുകൾ എന്നാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, പ്രോകാരിയോട്ടുകൾ. കോശത്തിൽ വ്യക്തമായ മർമ്മമില്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനായി കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏത്? മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനായിട്ട് കേരള പോലീസ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് യോദ്ധാവ്. ആപ്പിന്റെ പേരെന്താണ്? യോദ്ധാവ്. ആരവല്ലി പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ആരവല്ലി പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഗുരുശിഖർ ആണ്. ഗുരുശിഖർ. കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏത്? കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1991. 1991. ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഇടിമിന്നൽ വൈദ്യുത പ്രവാഹമാണെന്ന് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആഗോള ഗതി നിർണയ സംവിധാനമായ GPS വികസിപ്പിച്ചെടുത്ത രാജ്യം? GPS വികസിപ്പിച്ചെടുത്തത് USA ആണ്. ഓപ്ഷൻ സി, USA. ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം കമന്റ് ചെയ്യുക. ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം. ഇന്ത്യയിൽ ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ദേശീയ നിയമ ദിനം നവംബർ 26. നവംബർ 26 ദേശീയ നിയമ ദിനം. വൈദ്യുത പ്രതിരോധം അളക്കുന്ന യൂണിറ്റ്? വൈദ്യുത പ്രതിരോധം അളക്കുന്ന യൂണിറ്റ് ഓം ആണ്. വൈദ്യുത പ്രതിരോധം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഓം. കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? ഓപ്ഷൻ സി, 9ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. 9ാം പഞ്ചവത്സര പദ്ധതി. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. 4 പ്രസ്താവനകൾ. പുറക്കാട് കടപ്പുറം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്.
ഓപ്ഷൻ ബി ചെറായി ബീച്ച് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. ഓപ്ഷൻ സി കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് പാമ്പാർ, കബനി, ഭവാനി എന്നിവ. ഓപ്ഷൻ ഡി അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഓപ്ഷൻ സി ആണ്. പാമ്പാർ, കബനി, ഭവാനി എന്നിവ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. എന്നിവ എന്താണ്? കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 1885. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഘർഷണ ബലമാണ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ കത്തുന്നതിന് കാരണമായ ബലം ഘർഷണ ബലം. അസുറൈറ്റ് ഏത് ലോഹത്തിന്റെ പ്രധാന അയിരാണ്? അസുറൈറ്റ്. അസുറൈറ്റ് ചെമ്പിന്റെ അയിരാണ്. ചെമ്പിന്റെ അയിരാണ് അസുറൈറ്റ്. ചെമ്പ്. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കരിമീനിനെ ഏത് വർഷമാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത്? 2010. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2010. സ്വാതന്ത്ര്യാനന്തരം രൂപീകരിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തരം രൂപീകരിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. ഫസൽ അലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി? ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ. ഓപ്ഷൻ സി ബക്രാനങ്കൽ. ബ്രഹ്മപുത്ര നദി വിവിധ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഏതൊക്കെ പേരുകളാണ്? ഡിഹാങ്, സാങ്പോ, ജമുന, ദിബാങ്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ഡിഹാങ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ബ്രഹ്മപുത്ര നദി ഡിഹാങ് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്. സാങ്പോ എന്നറിയപ്പെടുന്നത് ടിബറ്റിലാണ്. സാങ്പോ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ടിബറ്റിലാണ്. ജമുന എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശിലാണ്. ദിബാങ് എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ആസാമിലാണ്. ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്ന പേരുകളാണ് ഡിഹാങ്, സാംപോ, ജമുന, ദിബാങ്. ഡിഹാങ് എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്, സാങ്പോ ടിബറ്റ്, ജമുന ബംഗ്ലാദേശ്, ദിബാങ് ആസാം. ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ആണവ നിലയങ്ങളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം ആണ്. ഓപ്ഷൻ ബി ഡ്യൂട്ടീരിയം. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആര്? കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് MT വാസുദേവൻ നായരാണ്. ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന വിപ്ലവകരമായ മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കഥ പറയുന്ന എൻ മഗജെ എന്ന നോവൽ എഴുതിയത് ആര്? എൻ മഗജെ എന്ന നോവൽ എഴുതിയത് അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാട്. ചരിത്ര പ്രസിദ്ധമായ ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാടും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തിനു ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാടും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. ഭാരതത്തിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ.
ഇന്ത്യയിൽ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. തെന്മല. ഓപ്ഷൻ ബി തെന്മല. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട ജില്ല. ഭൂരഹിതരില്ലാത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയമാണ്. കോട്ടയം. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായ സർവമത സമ്മേളനം നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു ആലുവയിൽ വെച്ചിട്ട് ചരിത്ര പ്രസിദ്ധമായ സർവമത സമ്മേളനം നടത്തിയത് 1924. 1924. കേരളത്തിലെ ഏത് സ്ഥലമാണ് രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെടുന്നത്? രണ്ടാം ബർദോളി പയ്യന്നൂരാണ്. പയ്യന്നൂർ. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്? ചുവന്ന നദി ബ്രഹ്മപുത്ര. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ലോകസഭ. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ധാതു സമ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. ജാർഖണ്ഡ്. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 അദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ഗോദവർമ്മ രാജയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഈ 4 പോയിന്റും പഠിച്ചു വെക്കുക. കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിന്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിന്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രയത്നിച്ചു. മനുഷ്യനിൽ സാധാരണയായി ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അപൂർവ അവസ്ഥ ഏതാണ്? ടെക്സ്ട്രോകാർഡിയാണ്. ടെക്സ്ട്രോകാർഡിയ. നീതി ആയോഗ് എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. വടക്കു കിഴക്ക് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേര്. വടക്കു കിഴക്ക് മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാവർഷം. ഓപ്ഷൻ സി തുലാവർഷം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് പരീതു പിള്ള. ജസ്റ്റിസ് പരീതു പിള്ള. ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷി അറിയപ്പെടുന്ന പേര്. ശാസ്ത്രീയമായ രീതിയിലുള്ള മത്സ്യകൃഷിയാണ് പിസികൾച്ചർ. ഓപ്ഷൻ സി പിസികൾച്ചർ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ചത് ജെ.സി. ബോസ്. ജെ.സി. ബോസ്. പ്രശസ്തമായ നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ആര്? നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ മഹാത്മാഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ മഹാത്മാഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. അയിത്തം അറബിക്കടലിൽ തള്ളണം എന്ന് പ്രഖ്യാപിച്ച പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയിത്തം അറബിക്കടലിൽ തള്ളണം. ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ഇന്ത്യൻ പാർലമെന്റിന്റെ ലോകസഭയിലും രാജ്യസഭയിലും അംഗമായിരുന്ന ആദ്യ മലയാളി വനിത ആര്? ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യ മലയാളി വനിത അമ്മു സ്വാമിനാഥ്. അമ്മു സ്വാമിനാഥ്. ശബ്ദത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമുള്ള പഠനശാഖ. ശബ്ദത്തെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമുള്ള പഠനശാഖ
അക്കോസ്റ്റിക്സ്. ഓപ്ഷൻ ബി അക്കോസ്റ്റിക്സ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻസ്. ഗിൽജിത്ത് ഏത് പ്രധാന നദിയുടെ പോഷക നദിയാണ്? ഗിൽജിത്ത്. സിന്ധു നദിയുടെ പ്രധാന പോഷക നദിയാണ് ഗിൽജിത്ത്. സിന്ധു നദി. നീർമാതളം പൂത്ത കാലം എന്നത് ആരുടെ പ്രശസ്തമായ പുസ്തകമാണ്? നീർമാതളം പൂത്ത കാലം എന്നത് കമല സുരയ്യയുടെ അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ പുസ്തകമാണ് നീർമാതളം പൂത്ത കാലം. അൺഹാപ്പി ഇന്ത്യ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആര്? അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായ് ആണ്. അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായ്. ആധുനിക ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആധുനിക ഇന്ത്യ എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യ. കേരളത്തിലെ പ്രശസ്തമായ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി ഇന്ത്യയുടെ കിഴക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് ഇന്ത്യയുടെ കിഴക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ച സംബന്ധിച്ച് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചു. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. INCയുടെ ആദ്യ പ്രസിഡന്റ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം എന്നതാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു, അന്നപൂർണ അന്ത്യോദയ അന്ന യോജന, സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പൊ നഗരങ്ങളിലെ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുന്നതും സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഏതാണ്? ഓപ്ഷൻ സി ആണ്, സ്വർണ ജയന്തി ഷഹാരി റോസ്കർ യോജന. ഓപ്ഷൻ സി. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ടാക്കിയോണുകൾ കണ്ടുപിടിച്ച മലയാളി ശാസ്ത്രജ്ഞൻ. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് EC സുദർശനാണ്. EC ജോർജ് സുദർശൻ. വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക്കാണ്. റെനെ ലെനക്ക്. മനുഷ്യ നേത്രത്തിൽ പ്രകാശരശ്മികളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന സുതാര്യമായ മുൻഭാഗം ഏത്? മനുഷ്യ നേത്രത്തിൽ പ്രകാശരശ്മികളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന സുതാര്യമായ മുൻഭാഗം കോർണിയയാണ്. കോർണിയ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. 3 പോയിന്റ്സ് നോട്ട് ചെയ്യുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ശരിയാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്താൻ സഹായിക്കുന്ന പ്രതിഭാസം. സൂര്യാസ്തമയത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്താൻ സഹായിക്കുന്ന പ്രതിഭാസം ഭൗമ വികിരണമാണ്. ഓപ്ഷൻ ബി ഭൗമ വികിരണം. മലയൻ ഡോർഫ് എന്നത് ഏത് പ്രധാന വിളയുടെ സങ്കരയിനമാണ്? മലയൻ ഡോർഫ് തെങ്ങിന്റെ സങ്കരയിനമാണ് മലയൻ ഡോർഫ്, തെങ്ങ്. കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഏത്? കേരളത്തിലെ കാടുകളിൽ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഭാഗം ആർദ്ര ഇലപൊഴിയും വനങ്ങളാണ്. ഓപ്ഷൻ സി ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. 3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം.
3 വശങ്ങളും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുരയാണ്. ത്രിപുര. താഴെ പറയുന്നവയിൽ ബ്രൗൺ എനർജി എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഊർജ സ്രോതസ്. ബ്രൗൺ എനർജി. ആണവ നിലയം. ഓപ്ഷൻ സി, ആണവ നിലയം. ബ്ലാക്ക് ഫുട്ട് ഡിസീസ് മനുഷ്യരിൽ ഉണ്ടാകാൻ കാരണമായ മലിനീകരണ വസ്തു ഏത്? ബ്ലാക്ക് ഫുട്ട് ഡിസീസ്. ആഴ്സനിക് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ആഴ്സനിക്. ചരിത്ര പ്രസിദ്ധമായ 1812 കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു? കുറിച്യ കലാപത്തിന്റെ പ്രധാന നേതാവ് രാമനമ്പിയാണ്. രാമനമ്പി. ഭാവിയിലെ ഇന്ധനമെന്നും മനുഷ്യനിർമ്മിത പെട്രോൾ എന്നും വിശേഷിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള മൂലകം. ഹൈഡ്രജൻ. ഓപ്ഷൻ സി, ഹൈഡ്രജൻ. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രമുഖ കായൽ. ആശ്രാമം കായൽ. അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ. ലോകത്തിൽ ആദ്യമായി GST നടപ്പിലാക്കിയ രാജ്യം. GST നടപ്പിലാക്കിയത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത. കേരളത്തിന്റെ ആദ്യത്തെ ലോകായുക്ത ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. ജസ്റ്റിസ് PC ബാലകൃഷ്ണ മേനോൻ. കേരളത്തിൽ പ്രശസ്തമായ കോൾ നിലങ്ങൾ പ്രധാനമായും ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രശസ്തമായ കോൾ നിലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, തൃശ്ശൂർ. ഇന്ത്യയിൽ GST ഔദ്യോഗികമായി നിലവിൽ വന്ന തീയതി. GST ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1. ഇന്ത്യയിലെ GST കൗൺസിലിന്റെ സ്ഥിരം ആസ്ഥാനം. GST കൗൺസിലിന്റെ സ്ഥിരം ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആര്? ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാബായ് നവറോജി. ദാദാബായ് നവറോജി. പക്കൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. പക്കൂയി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശ്. അവസാനത്തെ ചോദ്യമാണ്, മനുഷ്യ ശരീരത്തിൽ സാധാരണയായിട്ട് അർബുദം ബാധിക്കാത്ത ഭാഗം. ഹൃദയമാണ്. ഹൃദയം. 100 ചോദ്യങ്ങളാണ് നോക്കിയത്. ഈ ഒരു എക്സാമിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.